ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ സ്നാക്സ് ബോക്സിലൊക്കെ കൊടുത്തു വിടാനും കൂടെ പറ്റിയ സിമ്പിളായിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പിയാണ്. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും, കയ്യിലില്ലെങ്കിൽ പഞ്ചസാരയായാലും മതി. പക്ഷേ ഈ ഒരു സ്നാക്കിലേക്ക് മിൽക്ക് മെയ്ഡും കൂടെ ഉണ്ടാകുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടിക്ക് പകരമായിട്ട് വനില എസൻസ് ഉണ്ടെങ്കിൽ വനില എസൻസ് ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. മിൽക്ക് മെയ്ഡും ഈ ഒരു മുട്ടയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായിട്ട് കിട്ടണം. പിന്നെ മധുരം ഒന്നും കൂടെ ബാലൻസ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ മധുരം നോക്കിയിട്ട് പാകത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി മുഴുവനായിട്ട് മിൽക്ക് മെയ്ഡ് തന്നെ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനിയൊരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ തേങ്ങ കളറൊക്കെ മാറി നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടണം. വറുത്തെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങയൊക്കെ ഏകദേശം ആയി വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് കുറച്ച് നിലക്കടല പൊടിച്ചിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കടലയും ഓപ്ഷനിലാണ്, കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. കടലയും കൂടെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി കടലയ്ക്ക് പകരം നട്ട്സ് എന്തെങ്കിലും, അണ്ടിപ്പരിപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി ഒന്നും ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഈ ഒരു തേങ്ങയും പഞ്ചസാരയും ഏലക്കാപ്പൊടിൻ്റെ ആ ഒരു മിക്സ് ആയാലും മതിയാവും. അപ്പോൾ തേങ്ങയ്ക്ക് ഏകദേശം കളർ മാറി നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് വേറൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ എത്രയാണോ സ്നാക്ക് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് ബ്രെഡിൻ്റെ അളവ് എടുക്കുകയും ചെയ്യാം. ഇനി ബ്രെഡ് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ 2 ഭാഗത്ത് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്യണം നിർബന്ധമൊന്നുമില്ല, കട്ട് ചെയ്യാതെയും ചെയ്തെടുക്കാം. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തോന്ന് മാത്രം. അപ്പോൾ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ സൈഡ് ഭാഗത്തുള്ള ബ്രൗൺ പാർട്സൊക്കെ കാണാനൊരു ഭംഗിക്ക്, സ്നാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ബ്രൗൺ പാർട്സൊക്കെ മാറ്റി കൊടുക്കുകയും ചെയ്യാം. ഇനിയൊരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 2 ബ്രെഡ് ഒരുമിച്ച് പ്രസ് ചെയ്തെടുത്തിട്ട് മുട്ടയുടെ ബാറ്ററിൽ മുക്കിയിട്ട് പിന്നെ തേങ്ങയുടെ മിക്സിലൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ട് ഈ ഒരു നെയ്യിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഒരു രീതി, ബ്രെഡ് കട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ഒരു ബ്രെഡ് എടുത്ത് അതിൻ്റെ മുകളിലേക്കായിട്ട് തേങ്ങയുടെ മിക്സ് വെച്ചിട്ട് അതിന് മുകളിലേക്കായിട്ട് വേറൊരു ബ്രെഡും കൂടെ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഇനി ഇതുപോലെ ചെറിയ ത്രികോണ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെയാകുമ്പോൾ ഉള്ളിലൊരു ഫില്ലിങ്സ് വരികയും ചെയ്യും, നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ പാനിലിട്ട് കൊടുത്തിട്ടുള്ളത് ഒരു ഭാഗമായി കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗവും സൈഡ് ഭാഗം ഒന്ന് ഷേപ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സൈഡ് ഭാഗവും കൂടെ ഒന്ന് ചട്ടിയിലിട്ടിട്ടൊന്ന് ചൂടാക്കി എടുത്താലും നല്ലതായിരിക്കും. ചെയ്യണം നിർബന്ധമൊന്നുമില്ല, കാണാനൊരു ഷേപ്പും കുറച്ചും കൂടെ ഒരു വൃത്തിയായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ സൈഡ് ഭാഗവും കൂടെ ഒന്ന് മൊരിച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് കിട്ടിയാൽ മതിയാവും. എല്ലാ ഭാഗവും കളറൊക്കെ ഒന്ന് മാറി നല്ല ബ്രൗൺ കളറായിട്ട് കിട്ടിയാൽ പാനിൽ നിന്ന് മാറ്റാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സ്നാക്കാണ്. ഇനി നേരത്തെ ഉള്ളിൽ ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡും ഇതുപോലെ ത്രികോണാകൃതിയിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഓരോ പീസായിട്ട് എടുത്തിട്ട് സാൻഡ്വിച്ച് പോലെ മുട്ടയുടെ ബാറ്ററിലൊന്ന് മുക്കിയിട്ട് പാനിലേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ 2 ബ്രെഡും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ സൈഡ് ഭാഗമൊക്കെ ജസ്റ്റ് ഒന്ന് പ്രസ്സായിട്ട് ഉണ്ടാവുകയും ചെയ്യും. പിന്നെ മുട്ടയുടെ ബാറ്ററിലൊന്ന് മുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് നിൽക്കുകയും ചെയ്യും. പിന്നെ ആദ്യം സൈഡ് ഭാഗം ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ട് പാനിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി കവർ ചെയ്തെടുത്താൽ പുറത്തേക്ക് ആ ഒരു ഫില്ലിങ്സ് ഒന്നും പുറത്തേക്ക് വരാതെ കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. ആ ഒരു രീതിയിൽ ചെയ്തെടുക്കാം. പിന്നെ ഇതുപോലെ കട്ട് ചെയ്യാതെയും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെയാകുമ്പോൾ ഒന്നും കൂടെ എളുപ്പമായിരിക്കും. ഇത് കാണാനൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ് ഈ ഒരു സ്നാക്ക്. ഉള്ളിൽ തേങ്ങയുടെ ഫില്ലിങ്സും എല്ലാം കൂടെ വരുമ്പോൾ പിന്നെ മുട്ടയുടെയും പാലിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റും എല്ലാം കൂടെ അടിപൊളി ടേസ്റ്റാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടാവുകയും ചെയ്യും.
കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മുകളിൽ കുറച്ച് തേങ്ങയുടെ ആ ഒരു കൂട്ടുണ്ടല്ലോ അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ തേങ്ങയുടെ കൂട്ട് കുറച്ച് കൂടുതലുണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചൂടോട് കൂടി തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. തണുത്ത് ആകുമ്പോൾ അത്രയ്ക്ക് അങ്ങ് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാം, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.